നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശ്രുതി. ഞാൻ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്തെ ചർമ്മരോഗങ്ങളെ കുറിച്ച് ഒന്നറിയാം. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ചൂടുകുരുവാണ്. മിലിയേറിയ എന്ന് പറയും. മിലിയേറിയ യൂഷ്വലി നമ്മുടെ ദേഹത്ത് ചൊറിച്ചിലുള്ള ചുവന്ന കുരുക്കളായിട്ടാണ് കാണപ്പെടാറ്. പിന്നെ ഒരു കോമൺ ഇഷ്യൂ ഓഫ് കോഴ്സ് സൺ അലർജി. സൺ അലർജി പല രൂപത്തിൽ വരാം. ചിലവർക്ക് കയ്യില് മൊരിമൊരിയുള്ള വെളുത്ത പാടുകളായിട്ടും ചിലവർക്ക് ചൊറിച്ചിലുള്ള ചുവന്ന പാടുകളായിട്ടും വരും. അത് നമ്മുടെ എക്സ്പോസ്ഡ് റീജിയൻസ്, കയ്യ്, നെക്കിന്റെ പിന്നില് അവിടെയൊക്കെയാണ് വരാറ്. പിന്നെയുള്ള ഒരു കോമൺ ഇഷ്യൂ പിഗ്മെന്റേഷൻ ഡിസോർഡേഴ്സ് ആണ്. അതിൽ ഏറ്റവും കോമൺ മെലാസ്മ തന്നെയാണ്, അതായത് കരിമംഗല്യം. നമ്മുടെ മുഖത്ത് ബ്രൗൺ സ്പോട്ട്സ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇഷ്യൂ ആണത്. അത് ഡയറക്ട്ലി ലിങ്ക് ടു സൺലൈറ്റ് എക്സ്പോഷർ ആണ്. പിന്നെ ഇൻഫെക്ഷൻസിൽ ഫംഗൽ, ബാക്ടീരിയൽ, വൈറൽ ഇതെല്ലാം കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കോമൺ ഡെഫിനറ്റ്ലി ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. നമ്മൾ അധികം വേർപ്പ് വരുന്നോണ്ട് മടക്കുകളില്, ബ്രസ്റ്റിന്റെ അടിയില്, ഒടിയില്, കക്ഷത്തിലൊക്കെ കാണപ്പെടുന്ന ഫംഗൽ ഇൻഫെക്ഷൻ. അതിൽ കോമൺ ആയിട്ടുള്ളത് വട്ടച്ചൊറി എന്ന് പറയുന്ന ടീനിയ കോർപ്പോറസ് ആണ്. അത് യൂഷ്വലി ചുവന്ന കളറില് വട്ടത്തിൽ കാണപ്പെടും. അതിൽ ചൊറിച്ചിലും ഉണ്ടാവും. പിന്നെ കോമൺലി കാൻഡിഡിയാസിസ്, ആ മടക്ക് ഭാഗങ്ങളിൽ ചുവന്ന് ചൊറിച്ചിലും ചിലർക്ക് വേദനയും അനുഭവപ്പെടാറുണ്ട്. പിന്നെയുള്ളത് ടീനിയ വെർസിക്കലർ, ചുണങ്ങ്. നമുക്കറിയാം ദേഹത്ത് വെള്ള സ്പോട്ട്സ് ആയിട്ടും വരാറുണ്ട്, കറുത്ത ചുണങ്ങും കാണപ്പെടാറുണ്ട്, ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട്. ദീസ് ആർ ദി ഫംഗൽ ഇൻഫെക്ഷൻസ്. പിന്നെ ബാക്ടീരിയലും വരാം, കാരണം നമുക്ക് വേർപ്പ് അടിഞ്ഞു നിന്നിട്ട് സ്കിന്ന് ഡാമേജ്ഡ് ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് സച്ച് as ചിക്കൻ പോക്സ് can also be seen. പിന്നെ നമുക്ക് കാണപ്പെടുന്ന ഇഷ്യൂ, സ്കിന്നിന്റെ തന്നെ ഇഷ്യൂ ആയ സോറിയാസിസ്, എക്സീമ എല്ലാം ഈ കാലത്ത് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന് ഡീഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്ന് വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി ഡ്രൈ ആയിട്ട് ചൊറിച്ചില് കൂടും. അപ്പൊ ഈ അസുഖങ്ങളും കൂടും. പിന്നെ ഒരു ഇഷ്യൂ, വേർപ്പ് അടിഞ്ഞു കിടന്ന് ഇറിറ്റേറ്റഡ് ആവുമ്പോഴും ഈ അസുഖങ്ങൾ കൂടും. ഇനി ഈ ഇഷ്യൂസ് എല്ലാം നമുക്ക് എങ്ങനെ തരണം ചെയ്യാം? Always prevention is better than cure. So, how to prevent all this? Number 1, വെള്ളം കുടിക്കുക. അത് തന്നെയാണ്. ഒരു 8 തൊട്ട് 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. കാരണം ഡീഹൈഡ്രേഷൻ സ്കിന്നിനെയും ബാധിക്കും, ചൊറിച്ചിൽ, എക്സീമ, സോറിയാസിസ് ഇതെല്ലാം കൂടാം. വാട്ടർ ഇൻടേക്ക്. പിന്നെ നമ്മുടെ ഫിസിക്കൽ സൺ പ്രൊട്ടക്ഷൻ. കുട പിടിക്കുക, തൊപ്പി, ഷോള് അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് സൺസ്ക്രീൻ ഹാസ് ടു ബി അപ്ലൈഡ് മോർണിംഗിൽ തന്നെ. ഇപ്പോ വീട്ടിലിരിക്കുമ്പോൾ പോലും ഇടണം, കാരണം വീട്ടിൽ ജനലേന്നോ അല്ലെങ്കിൽ ടെറസിന്നോ ഒക്കെ സൂര്യകിരണങ്ങൾ വരാം. സൺസ്ക്രീൻ ഇടുക. നമ്മൾ ഫുൾ ഡേ പുറത്ത് നിൽക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ റീഅപ്ലൈയും ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത്, ലൈക്ക് ഐ സെഡ്, 10 മണി തൊട്ട് 4 മണി വരെ നല്ല ചൂടുള്ള സമയമാണ്. ഈ സമയത്ത് കഴിവതും ഈ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാര്, പിഗ്മെന്റേഷൻ ഉള്ളവരൊന്നും പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ലൂസ് കോട്ടൺ വസ്ത്രം ഇടുക. ദിസ് വിൽ പ്രിവെന്റ് ഈ മടക്കുകളിൽ വേർപ്പ് അടിഞ്ഞു നിൽക്കുന്നത്. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഭക്ഷണത്തില് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ബീറ്റാ കാരോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് രണ്ടും സൺ പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വാട്ടർ ഇൻടേക്ക്, വാട്ടറി ഫ്രൂട്ട്സ് ആയിട്ടുള്ള വാട്ടർമെലൺ അതെല്ലാം കഴിക്കുക. പിന്നെ നമുക്ക് ആക്ച്വലി ഈ സ്കിൻ അസുഖങ്ങൾ കൂടുകയാണെങ്കിൽ ഒരിക്കലും മെഡിക്കൽ ഷോപ്പിൽ തനിയെ പോയിട്ട് മരുന്ന് മേടിച്ച് ചെയ്യരുത്. കാരണം പലപ്പോഴും ഹാംഫുൾ ആയിട്ടുള്ള മരുന്നുകളാണ് ഇതിന് അവിടുന്ന് കിട്ടുക. ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാറ്. ഓൾറൈറ്റ്, താങ്ക് യു.